ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹാളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം സെയിലുണ്ട്. അതുപോലെ തന്നെ ആരാണ് എന്താണ് നിങ്ങൾ ഏത് വീഡിയോ കാണണമെന്ന് ഒന്നും അറിയില്ലല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടുതൽ ഡ്രസ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും, ഫാഷൻ കാറ്റഗറി, എവിടെയൊക്കെ എന്തൊക്കെ വിലക്കുറവുണ്ട്, ഓഫേഴ്സ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനൽ കാണിക്കുക. പക്ഷേ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആമസോണിൻ്റെ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ, ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ. അപ്പോൾ ഈ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് മാത്രമേ ഉള്ളൂ, ബോട്ടം ഇതിൻ്റെ കൂടെ ഇല്ല. റയോൺ മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയലിൽ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്കും സൈഡിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ റയോണിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. റയോൺ എന്ന് പറയുമ്പോൾ നല്ല ടൈപ്പ് റയോൺ, നമുക്ക് ഉടുക്കാൻ സുഖമുണ്ട്, കാണാൻ ഭംഗിയില്ലെങ്കിലും ഉടുക്കാൻ സുഖമുണ്ട്. ഇനി 3/4 ആണ് സ്ലീവ് വരുന്നത്. സമൂസയുടെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ്, ചെറുതായിട്ടൊരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ്, ഒരു ചെറുതായിട്ടൊരു ബെല്ലിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. സൈഡ് കട്ടാണ് വരുന്നത് കേട്ടോ, സ്ട്രേറ്റ് ഫിറ്റാണ്. അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത്. പാൻറ് ഇല്ല കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതിന് തന്നെ ഒരു 494 റുപ്പീസ് അങ്ങോട്ട് വന്നിട്ടുണ്ട് സെയിലില്ലാത്ത സമയത്ത് മേടിച്ചപ്പോൾ. അപ്പോൾ സെയിലുള്ള സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും റേറ്റ്. അപ്പോൾ റേറ്റ് എക്സാക്റ്റ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കായിരിക്കും പോവുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ 2 ഷെയ്ഡ് അവൈലബിൾ ആണ്. ഒരെണ്ണം നമുക്കിപ്പോൾ ഈ ഒരു ഗ്രീനില്ലേ, ഈ ഗ്രീനിന് പകരം അതിൽ പിങ്ക് കളറായിരിക്കും. ബാക്കി പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ഗ്രീൻ ടച്ചില്ല, ആ ഗ്രീൻ ടച്ച് ഉള്ളിടത്തൊക്കെ പിങ്കിൻ്റെ ഷെയ്ഡായിരിക്കും. പ്രിൻറ്റൊക്കെ ഇത് തന്നെ, പാറ്റേണൊക്കെ ഇത് തന്നെ കേട്ടോ. ലാർജ് ആണ് കേട്ടോ സൈസ്. എത്നിക് ജംഗ്ഷൻ ബ്രാൻഡിൽ നിന്നും 2 പീസിൻ്റെ കോട്ട് സെറ്റ് ആണ്. അപ്പോൾ കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ സെയിം മെറ്റീരിയൽ തന്നെയാണ്, കോട്ടൺ മെറ്റീരിയൽ. കോട്ടൺ മെറ്റീരിയൽ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു മുട്ടിൻ്റെ മോഡലിലേക്കാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ വരുന്നത് ഫുൾ ചിക്കൻ കാരി വർക്ക്. ചിക്കൻ കാരി എന്ന് പറയുമ്പോൾ ഒറിജിനൽ അല്ല, അതിൽ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ചിക്കൻ കാരി പോലെ ചെയ്തിട്ടുള്ള വർക്കാണ് ഈ ഫുൾ കാണുന്നത്. പിന്നെ സ്ലീവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കണ്ടോ, ഒരു ബെൽ സ്ലീവ്. അതിലും ഈ കാണുന്നതൊക്കെ ചിക്കൻ കറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിൽ, ഇതിന് വേറെ ഷെയ്ഡൊന്നുമില്ല, ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എ ലൈൻ സ്റ്റൈലിലാണ് ചോദിച്ചാൽ അല്ല, ചെറുതെന്ന് വെച്ചാൽ നമുക്ക് സ്ലിറ്റ് വരുന്നത് ഈ ഒരു പോർഷനിലാണെങ്കിൽ ഈ സ്ലിറ്റ് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ഒരു സ്ലിറ്റ് വരുന്നത്. പിന്നെ അഫ്കോഴ്സ് ഇതിൻ്റെ കൂടെ പാൻറ് ഉണ്ട്. പാൻറ് എന്ന് പറയുമ്പോൾ ഒരു പലാസോ ടൈപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഈ പാൻറ്റിന് എന്താ പറയാന്നറിയില്ല, നല്ലൊരു സെമി പലാസോ. അതിന് സൈഡിൽ ഇങ്ങനെ കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സൈഡിൽ കട്ടും ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ട് നടക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. റോട്ടിക്കൂടെയൊക്കെ നല്ല ഒരു എന്തൊരു ഫീല്, ആ ഒരു ഫീല് അറിയണമെങ്കിൽ ഈ ഡ്രസ്സ് മേടിച്ച് ഇട്ട് നോക്കി നടന്നേ പറ്റുള്ളൂ, എന്നാലാണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എത്നിക് ജംഗ്ഷൻ എന്നുള്ള ബ്രാൻഡിൽ നിന്നും ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇറ്റാലിയ ബ്രാൻഡിൽ നിന്നും 2 പീസിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതൊരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. വേറെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു വർക്കും ഇല്ല. ഈ ബ്രാൻഡ് കണ്ടിട്ടും അതുപോലെ ഇതിൻ്റെ ലുക്ക് കണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ കേട്ടോ, വേറെ ഒന്നും നോക്കിയില്ല. കളർ കോഫി കളർ, അങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണതൊക്കെ ഈ ചുവപ്പ, പച്ച, മഞ്ഞ അങ്ങനെയൊക്കെയാണ്. ഈ കളർ അങ്ങനെ കിട്ടില്ല, കുറവാണ്. അപ്പോൾ കണ്ടപ്പോൾ അപ്പോൾ തന്നെ പിക്ക് ചെയ്തു. പക്ഷേ ലെങ്ത് ഇത്തി കൂടി പോയി എന്നൊരു സംശയമുണ്ട്. ടോപ്പിൻ്റെ ഭയങ്കര ലെങ്ത് ആയിന്നേ. അപ്പോൾ പാൻറ്റ് ഇടണോ വേണ്ടെന്ന് ഇപ്പോൾ സംശയമായിട്ട് നിൽക്കണം. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കട്ട്. പിന്നെ ഓവറോൾ പ്ലെയിൻ. സ്ലീവ് ആണെങ്കിൽ 3/4 സ്ലീവിൽ ഇതുപോലെ തന്നെ കുറേ ഇങ്ങനെ ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെങ്ത് ഇത്തിരി കൂടുതലാണോ എന്ന് സംശയമില്ല, കൂടുതൽ തന്നെയാണ് തോന്നണത്. ഹൈറ്റുള്ളവർക്ക് ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. ഇനി പാൻറ്റ് വരുന്നത് പലാസോ ടൈപ്പ് ആയിട്ടുള്ള പാൻറ്റാണ്, പലാസോ ആണ് വരുന്നത്. അതും സെയിം കളറ് തന്നെയാണ് കേട്ടോ. ഇനി പൊക്കി കാണിച്ചാൽ ശരിക്കും ഇതിൻ്റെ പാൻറ്റിൻ്റെ കറക്റ്റ് ഫിറ്റിങ് കാണാൻ പറ്റില്ല. ശരിക്കും ഇത് കുറച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായാണ് അതിൻ്റെ ആ ഒരു ലുക്ക് കാര്യങ്ങൾ. ഇറ്റാലിയൻ ബ്രാൻഡ് ലാർജ് ആണ് കേട്ടോ സൈസ്. ഇതിൽ വേറെ കളർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനില്ല, സൈസസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മെറ്റീരിയലും നല്ല മെറ്റീരിയലൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ടിൻ്റെയും നടുക്കിലായിട്ട് ഞാൻ നിൽക്കണത്. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവട്ടെ ഇങ്ങനത്തെ. അപ്പോൾ ഹൈറ്റ് എൻ്റെ വരുന്നത് 5'3" ആണ്. അപ്പോൾ 5'5" ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കറക്റ്റ് അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഗോസ്രിക്കി ബ്രാൻഡാണ്. ഗോസ്രിക്കി ബ്രാൻഡ് സാധാരണ എനിക്ക് ഒരു 80-90% വരെയൊക്കെ ഇഷ്ടമാവാറുള്ളൂ. അങ്ങനെ ഫുൾ 100% സാറ്റിസ്ഫൈ എന്ന് അങ്ങനെ പറയാൻ പറ്റാത്തൊരു ബ്രാൻഡ് കൂടിയാണ്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഡ്രസ്സ് കിട്ടുമ്പോൾ എനിക്ക് തൃപ്തിയായിട്ടോ. കളർ വൈസ് ആയാലും അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ വൈസ് ആയാലും ഒന്നിനും
കുഴപ്പമില്ല, റേറ്റ് ആയാലും നമുക്ക് നല്ല റീസണബിൾ റേറ്റിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 3 പീസിൻ്റെ നല്ല റീസണബിൾ റേറ്റ് ആണ്. റേറ്റ് അറിയണമെങ്കിൽ ലിങ്കിൽ കയറി നോക്കിയാൽ മതിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ റയോൺ, വിസ്കോസ് റയോൺ മെറ്റീരിയലിൽ സ്ട്രെയിറ്റ് ഫിറ്റിലാണ് വരുന്നത്. ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രിൻ്റാണ്. പിന്നെ കളർ വൈസ് കളറാണ് എനിക്കെടുത്ത് പറയാനുള്ളത്. അതുപോലെ 3/4 ആണ്. 3/4 ഇതുപോലെ എന്ന് വെച്ചാൽ ഓവറോൾ ഈ ഒരു തുണിയിൽ ഇങ്ങനെ പ്രിൻറ്റ് പോയിട്ടുണ്ട്. പാൻറ്റ് വരുമ്പോൾ പ്ലെയിനാണ് പാൻറ്റ് വരുന്നത്, പാൻറ്റ് പിന്നെ 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 3 പീസ് ആകുമ്പോൾ എന്തായാലും ദുപ്പട്ടയുണ്ട്. ദുപ്പട്ടയിലൊക്കെ മെറ്റീരിയലിൽ ജസ്റ്റ് വാവ് പീസാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇഷ്ടം ദുപ്പട്ട സാധാരണ കോസറിക്ക് ബ്രാൻഡിൻ്റെ ദുപ്പട്ട അവർ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം നല്ലതാക്കി തരാറുണ്ട്. ഇതിപ്പോൾ 3ഉം ഒന്നിലൊന്നും മെച്ചമെന്ന് പറയാം കേട്ടോ. അതുപോലത്തെ ഒരു മെറ്റീരിയലും അതുപോലത്തെ ഒരു പ്രിൻറ്റും മെറ്റീരിയൽ ഡിസൈൻസ് എല്ലാം കൊണ്ടും ഓക്കെ. അപ്പോൾ ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിലൊരു 5XL സൈസ് വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട്, ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡും കൂടി ഉണ്ട്. എന്തായാലും ഉടനടി ആ ഒരു കളറും കൂടി ഞാൻ മേടിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ഷെയ്ഡാണ്. അപ്പോൾ നല്ല ഓക്കെയാണ്, ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. കലോസിയ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ നല്ല അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. ബ്രാൻഡ് വൈസ് അല്ല എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു GSM കൂടിയ ടൈപ്പുള്ള കോട്ടൻ്റെ മെറ്റീരിയലിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു 3 പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇടുമ്പോൾ കംഫർട്ടബിൾ, കാണുമ്പോൾ ഭംഗി, ഇതൊക്കെയാണ് ഈ ഒരു 3 പീസിൻ്റെ സെറ്റിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ യൂഷ്വലി നമുക്ക് ഒരു വീനെക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗി കൂടാനും നല്ല ഒരു ട്രെൻഡിയാണ് ഇപ്പോൾ വീനെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന ഒരു നെക്ക് സ്റ്റൈല്, പിന്നെ അതുപോലെ തന്നെ A-ലൈനാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. പാച്ച് വർക്കിൻ്റെ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ കൊടുത്തിട്ട് ഓവറോൾ നിങ്ങൾക്ക് കാണാമല്ലോ ലുക്കും അതിൻ്റെ കളർ വൈസ് ആയാലും ഫുൾ പ്രിൻ്റാണ്. കോട്ടനാണ് കേട്ടോ, കോട്ടൻ്റെ മെറ്റീരിയൽ. പിന്നെ ദാമൻ്റെ സൈഡും ചെറുതായിട്ട് ഒരു ബ്ലൂയിഷ് ടച്ച്, അപ്പോൾ ഒരു മറൂണും ബ്ലൂ ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവിലും പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലും കൊടുത്തിട്ട് 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. പാൻറ്റ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയിലും നല്ല പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ എനിക്ക് പ്രിൻറ്റും അതിൻ്റെ കളറും ഇതൊക്കെയാണ് മെയിനായിട്ട് ഇഷ്ടം. എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല ഒരുവിധം എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളർ ഷെയ്ഡ്. പിന്നെ കോട്ടൺ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ, ഏതൊരു കാലാവസ്ഥയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട്. ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇത് കലോസിയ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ, റയോൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു ഞാൻ ഗ്രീൻ ഷെയ്ഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ റെഡ് ഷെയ്ഡും കൂടി ഞാൻ മേടിച്ചത്. ആക്ച്വലി സംഭവം ഇത് ഇടാനൊക്കെ സുഖം തന്നെയാണ്. പക്ഷേ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. കാണുമ്പോൾ ഒരു ലൂസ് ഫീൽ ഉണ്ടല്ലേ. അപ്പോൾ ആ ലൂസ് ഫീൽ നമുക്ക് കയ്യിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സൈഡ് പോർഷൻ എങ്ങനെ പിടിക്കും? ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു ഫ്രില്ലിൻ്റെ ഡീറ്റെയിലും കൊടുത്തേക്കാം. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ പിടിക്കാൻ പറ്റുള്ളൂ, ബാക്കി പിന്നെ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. എന്തായാലും പാറ്റേൺ കണ്ടിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു A-ലൈൻ സ്റ്റൈലാണ്. ആദ്യം അത് പറയട്ടെ, A-ലൈൻ സ്റ്റൈലിലാണ്. അതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്, പിന്നെ ഫുൾ സ്ലീവാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഭംഗിയുണ്ട്. പിന്നെ റെഡ് ഷെയ്ഡാണ്. റെഡിനേക്കാളും ഭംഗി ആ ഷെയ്ഡാണോ, ആ ഷെയ്ഡിനേക്കാളും ഭംഗി ഈ ഷെയ്ഡാണോ? ആകെ 2 ഷെയ്ഡാണുള്ളത്. ഇതിൽ 2 ഞാൻ മേടിച്ചു. അപ്പോൾ 2ഉം തൃപ്തിയായി. ഇതിലും ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഷെയ്ഡ്സ് മീൻസ് 2 ഷെയ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ സൈസസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പോൾ ലാർജ് സൈസ് തന്നെയല്ല, ഇഷ്ടം പോലെ സൈസസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ സൈസും അതിലുണ്ടാവും. അപ്പോൾ സൈസ് അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലിങ്കിൽ കയറി ഒന്ന് നോക്കിയാൽ മതിയിട്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 പീസിൻ്റെ ഒരു സെറ്റല്ല. 3 പീസിൻ്റെ സെറ്റിൽ ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട, ഇതിനൊക്കെ ഇങ്ങനെ ചെറിയ എംബ്രോയ്ഡറിയുടെ ബൂട്ട വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. സെയിം മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ്. അത് ടോപ്പായാലും ശരി, ദുപ്പട്ടയായാലും ബോട്ടം ആയാലും എല്ലാതും. ഇനി റെഡാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞൂല്ലേ, ക്രിസ്മസ് കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു ഫീലിംഗ് ഇപ്പം റെഡ് ഇട്ടപ്പോൾ എന്താ പറയുക, കാലം മാറി കോലം മാറി കൊല്ലം മാറി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ്. എന്തായാലും ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പോൾ ഇത്രയും കളക്ഷൻ കാണിച്ചത് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു മോർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ നമ്മൾ കാണിച്ചതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതിൽ കുത്തിയാലും എങ്ങനെ കുത്തിയാലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിൽ. പിന്നെ ആമസോൺ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.